ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SLC പുതിയ അപ്ഡേറ്റഡ് ടെക്സ്റ്റ് ബുക്കിനകത്ത് മാത്തമാറ്റിക്സ് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ കുറച്ച് ഏരിയാസ് ഓഫ് ഐഡിയ ആണ്. നമ്മൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട് കുറെ ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളും മറ്റു കുറെ വീഡിയോസിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് വീഡിയോ സീരീസ് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇത് കാണാനായിട്ട് ശ്രമിക്കാം. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ചോദ്യം ഇങ്ങനെയാണ്: The two terms in specific positions of some arithmetic sequence are given below. Write the first 5 terms each. തന്നിരിക്കുന്നത് എന്താണ്? Third term is 34 and sixth term is 67. അതായത് മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 37 ആണ്. ഒരു സീക്വൻസിലെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 34 ആണ്. ആറാമത്തെ ടേം എന്ന് പറയുന്നത് 67 ആണ്. സോ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 34, ആറാമത്തെ ടേം എന്ന് പറയുന്നത് 67. മൂന്നാമത്തെ ടേമും ആറാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3 കോമൺ ഡിഫറൻസ് ആണ്. അതായത് മൂന്നാമത്തെ ടേമിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ടേം കിട്ടും. മൂന്നാമത്തെ ടേമിനോട് കൂടി മൂന്നാമത്തെ ടേമിനോട് കൂടി ഒരു കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ നാലാമത്തെ ടേം കിട്ടും. അതിനോടൊന്ന് കൂട്ടിയാൽ അഞ്ചാമത്തെ ടേം കിട്ടും. അതിനോടൊരു കോമൺ ഡിഫറൻസിനോട് കൂട്ടിയാൽ ആറാമത്തെ ടേം കിട്ടും. അതായത് മൂന്നാമത്തെ ടേമിനോട് കൂടി 3 കോമൺ ഡിഫറൻസ് കൂട്ടിയാലാണ് നമുക്ക് ആറാമത്തെ ടേം കിട്ടുക. സോ 3 കോമൺ ഡിഫറൻസ് 3D എന്ന് പറയുന്നതാവും 67 34 തമ്മിലുള്ള വ്യത്യാസം. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 33. Therefore D is equal to 33 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 11. ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണ്. സോ സീക്വൻസിന്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 34 ആണെങ്കിൽ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 11 കുറച്ച് 23 ആയിരിക്കും. അതിൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുമ്പോൾ 12 അതായിരിക്കും ആദ്യത്തെ ടേം എന്ന്. 12, 23, 34, 34, 11, 45, 41, 15, 56, 56, 11, 67. ഇതായിരിക്കും ഈ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം: ഒരു സീക്വൻസിന്റെ 43ാമത്തെ ടേം എന്ന് പറയുന്നത് ഒരു സീക്വൻസിന്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 43 ആണ്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 43 ആണ്. ആറാമത്തെ ടേം എന്ന് പറയുന്നത് 76 ആണ്. അപ്പൊ അതിനെ മനസ്സിലാക്കാം. അവ തമ്മിലുള്ള വ്യത്യാസം 3 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 76 മൈനസ് 43 ദാറ്റ് ഈസ് ഈക്വൽ ടു 33. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 33 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു 11. സോ അങ്ങനെയാണ് എങ്കിൽ മൂന്നാമത്തെ ടേം 43 ആണെങ്കിൽ അതിൽ നിന്ന് 11 കുറച്ചാൽ നമുക്ക് 32 കിട്ടും. അതായിരിക്കും രണ്ടാമത്തെ ടേം. അതിൽ നിന്ന് വീണ്ടും 11 കുറച്ചാൽ 21 കിട്ടും. സോ 21 ആയിരിക്കും ഒന്നാമത്തെ ടേം. ഒന്നാമത്തെ ടേം 21, 32, 43, വീണ്ടും 11 കൂട്ടിയാൽ 54, വീണ്ടും 54, 54 കൂടി 11 കൂട്ടുമ്പോൾ 65, 65 കൂടി 11 കൂട്ടുമ്പോൾ 76. സോ ആ സീക്വൻസ് എന്ന് പറയുന്നത് 21, 32, 43, 54, 65, 76 എന്നുള്ളതായിരിക്കും. രണ്ടാമത്തെ കഴിഞ്ഞു. അടുത്തൊരു സീക്വൻസിന്റെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 2 ആണ്. മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 2. അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് 3. നമുക്കറിയാം മൂന്നാമത്തെ ടേമും അഞ്ചാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 2 കോമൺ ഡിഫറൻസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 ഈക്വൽ ടു 1. ദാറ്റ് കോമൺ ഡിഫറൻസ് ഈക്വൽ ടു 1/2. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1/2 ആണെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടേം 2 ആണെങ്കിൽ അതിൽ നിന്ന് 1/2 കുറയ്ക്കുന്നതാകും രണ്ടാമത്തെ ടേം. അപ്പൊ 2ൽ നിന്ന് 1/2 കുറച്ചാൽ നമുക്ക് 3/2 കിട്ടും. വീണ്ടും 3/2 നിന്ന് 1/2 കുറച്ചാൽ നമുക്ക് 1 കിട്ടും. സോ 1, 3/2, then 2. 2നോട് കൂടി 1/2 കൂട്ടിയാൽ നമുക്ക് 5/2 കിട്ടും. 5/2നോട് കൂടി 1/2 കൂട്ടിയാൽ നമുക്ക് 3 കിട്ടും. സോ സീക്വൻസിലെ 5 ടേം എന്ന് പറയുന്നത് 1, 3/2, 2, 5/2, 3 എന്നിങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത് തന്നിരിക്കുന്നത് ഒരു സീക്വൻസിലെ അഞ്ചാമത്തെ ടേം 8 ആണ്. ഒരു സീക്വൻസിലെ അഞ്ചാമത്തെ ടേം എന്ന് പറയുന്നത് 8 ആണ്. ആ ഒരു സീക്വൻസിലെ പിന്നെ തന്നിരിക്കുന്നത് 9ാമത്തെ ടേം എന്ന് പറയുന്നത് 10 ആണ്. 9ാമത്തെ ടേം എന്ന് പറയുന്നത് 10 ആണ്. അഞ്ചാമത്തെ ടേമും 9ാമത്തെ ടേമും തമ്മിലുള്ള വ്യത്യാസം 5, 4, 9, 4 കോമൺ ഡിഫറൻസ് ആണ്. 10 മൈനസ് 8 ഈക്വൽ ടു 2. Therefore D ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു 1/2. സോ ആ സീക്വൻസിന്റെ അഞ്ചാമത്തെ ടേം 8 ആണെങ്കിൽ 8ൽ നിന്ന് 1/2 കുറയ്ക്കുന്നതും 7ാമത്തെ ടേം എന്ന് പറയുന്നു. സോ 8 മൈനസ് 1/2
8 16, 16 മൈനസ് 1 15, 15 ഡിവൈഡ് ബൈ 2 10. 15 ഡിവൈഡ് ബൈ 2ൽ നിന്ന് വീണ്ടും എന്ത് കുറയ്ക്കണം? 1/2 കുറയ്ക്കണം. സോ 15 ഡിനോമിനേറ്റർ സെയിം ആണ്. 15 മൈനസ് 1 14 ഡിവൈഡ് ബൈ 2, 14 ബൈ 2 എന്ന് പറയുമ്പോൾ 7 കിട്ടും. അടുത്തത് 7ൽ നിന്ന് 1/2 കുറയ്ക്കണം. 7ൽ നിന്ന് 1/2 കുറയ്ക്കുമ്പോൾ നമുക്ക് 13 ഡിവൈഡ് ബൈ 2 കിട്ടും. നെക്സ്റ്റ് 13 ഡിവൈഡ് ബൈ 2ൽ നിന്ന് 1/2 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 12 ഡിവൈഡ് ബൈ 2 കിട്ടും. അതായത് നത്തിങ് ബട്ട് ഈക്വൽ ടു 6. വീണ്ടും എന്ത് ചെയ്യണം? അപ്പൊ അവിടെ കാരണം 5ാമത്തെ ടൈമാണ് 8. സോ ഇത്രയും വരും. ഇനി 8 കഴിഞ്ഞിട്ട് അടുത്ത ടൈം എന്ത് വരും? 8 + 1/2 എന്ന് പറയുമ്പോൾ 17 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇതായിരിക്കും ആ സീക്വൻസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 5ാമത്തെ ടൈം എന്ന് പറയുന്നത് 7, 7ാമത്തെ ടൈം എന്ന് പറയുന്നത് 5. ശ്രദ്ധിക്കണം, 5ാമത്തെ ടൈം എന്ന് പറയുന്നത് 7, 7ാമത്തെ ടൈം എന്ന് പറയുന്നത് 5. അതായത് 5ാമത്തെ ടൈമും 7ാമത്തെ ടൈമും തമ്മിലുള്ള വ്യത്യാസം 2 കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 - 7 ഈക്വൽ ടു -2. Therefore d ഈക്വൽ ടു -d2/2 that is equal to -1. Therefore കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. സോ 5ാമത്തെ ടൈം എന്ന് പറയുന്നത് 7 ആണെങ്കിൽ 7നോട് കൂടി 7ൽ നിന്ന് -1 കുറയ്ക്കണം. അപ്പോഴാണ് എന്ത് കിട്ടുന്നത്? 4ാമത്തെ ടൈം കിട്ടുന്നത്. 7 - -1 that is equal to 7 + 1 equal to 8. സോ 8 ആയിരിക്കും എത്രാമത്തെ ടൈം എന്ന് പറയുന്നത്? 4ാമത്തെ ടൈം എന്ന് പറയുന്നത്. പിന്നെ 8ൽ നിന്ന് -1 കുറയ്ക്കണം. 8 - -1 അപ്പൊ എന്ത് കിട്ടും? 8 + 1 9. അങ്ങനെയാണ് മുമ്പത്തെ ടൈം എന്ന് പറയുന്നത് 10, അതിന് മുമ്പത്തെ ടൈം 11. സോ 11 10 9 8 7, അടുത്തത് 6. സോ ഇതായിരിക്കും ആ ഗിവൺ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതെങ്കിലും ഒരു രണ്ട് ടൈമുകളെ തമ്മിൽ തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണോ കോമൺ ഡിഫറൻസ് ഉള്ളത് ആ കോമൺ ഡിഫറൻസ് ഉള്ളതായിരിക്കും അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയും. അതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ ആ കോമൺ ഡിഫറൻസ് ടൈമുകളെ ഡിഫറെന്റ് ടൈം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടുള്ള ടൈം കിട്ടും. ദെൻ കോമൺ ഡിഫറൻസിനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറകോട്ടുള്ള ടൈം കിട്ടും. സോ നമുക്ക് അങ്ങനെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.